അല്ല സാറ് യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ പറഞ്ഞത്. വികസനത്തിനെ കുറിച്ച് നമ്മൾ പറയണെന്ന് വെച്ചാൽ ഇവിടെ അത് കണ്ടുവിട്ടുള്ളതാണ് പറഞ്ഞത്. അത് തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞത് യഥാർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ LDF അനുകൂലമായിട്ട് UDF പ്രതികൂലമായിട്ട് ഒന്നും കണക്കാക്കണം. 98% കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നടന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. ആ പാർട്ടി മാറണതിന് അതിന് വേണ്ടിയല്ലേ ഈ പോരാത്തനെയും നമ്മൾ കിടന്ന് കാണിച്ചത്. കേരളം വ്യവസായ രംഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അത് തന്നെയാണ് ശശി തരൂർ കണക്കുകൾ വെച്ച് ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന് ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിപ്രായമെന്ന് നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ശശി തരൂരിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്ന എന്താ, ശശി തരൂർ അങ്ങനെ കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്നില്ല. പിന്നെ അയാൾ സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായം പറയുന്ന മനുഷ്യനാണ്. പറഞ്ഞത് യഥാർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ LDF അനുകൂലമായിട്ട് UDF പ്രതികൂലമായിട്ട് ഒന്നും കണക്കാക്കണം. അങ്ങ് യഥാർത്ഥം പറഞ്ഞു മാത്രമേ. പാർട്ടിപരമായിട്ട് പ്രശ്നങ്ങൾ അങ്ങേർക്കുള്ള ജനഹിതം ഹൈക്കമാൻഡിനൊക്കെ അറിയാം, എത്ര ജനപിന്തുണ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങേരുടെ പേരിൽ നടപടിയെടുക്കാനായിട്ട് ഹൈക്കമാൻഡിന് ഭയം ഉണ്ടാവും. പാർട്ടി മാറുന്ന സാധ്യത ഉണ്ടോ BJP-യിലോട്ട്? ഇല്ലില്ല, അതിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ്. ഞാൻ ഇന്ത്യക്കാരനല്ലേ, എല്ലാവരുടെ അഭിപ്രായം എന്റെ അഭിപ്രായം അത്രേ ഉള്ളൂ. ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധ്യത ഉണ്ടോ? നടപടി എടുക്കുമെന്ന് എല്ലാ ദിവസവും പേപ്പറിൽ വരും. എന്നിട്ട് വേറെ എന്തെങ്കിലും വാർത്ത വരുമ്പോൾ ഇതങ്ങ് താഴെ പോകും. വാർത്തയല്ലേ ജനത്തിന് ഇഷ്ടം. ശശി തരൂർ പറഞ്ഞത് ഒരു 98% കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നടന്നെങ്കിൽ പാർട്ടി മാറാനാ ആ പാർട്ടി മാറണതിന് അതിന് വേണ്ടിയല്ലേ ഈ പോരാത്തനെയും നമ്മൾ കിടന്ന് കാണിച്ചത്. ഇപ്പൊ പാർട്ടി മാറണമെങ്കിൽ പിന്നെ ഈ ബഹളം അത്രയും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നടന്ന് എന്തെല്ലാം കാണിച്ചാണ് അവൻ കയറി വന്നത് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവർ കയറി വരും തന്നെ ചെയ്യും. എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല. അതെന്തുകൊണ്ടാണ്? അവരൊന്നും പറയുന്നൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞു അവരൊന്നും വോട്ട് വാങ്ങും അങ്ങ് പോകും. വേറെ ഒന്നും അവർ ചെയ്യുന്നുമില്ല. നമുക്ക് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. എനിക്കുള്ള നല്ല അഭിപ്രായമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് രംഗത്ത് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല സാറ് യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ പറഞ്ഞത്. വികസനത്തിനെ കുറിച്ച് നമ്മൾ പറയണെന്ന് വെച്ചാൽ ഇവിടെ അത് കണ്ടുവിട്ടുള്ളതാണ് പറഞ്ഞത്. അത് തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് നല്ലത് വരുമ്പോ നല്ലത് ചൂണ്ടിക്കാണിക്കണം, തെറ്റ് വരുമ്പോ തെറ്റ് അതാണ് യാഥാർത്ഥ്യമായിട്ടാണ് പറഞ്ഞത്. സാറ് പറഞ്ഞാൽ യാതൊരു തെറ്റില്ല. അത് അങ്ങനെയാണ് നമ്മൾ. കോൺഗ്രസ് എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് നടപടി എടുക്കുന്നത് അത് ശരിയല്ലല്ലോ. അത് സാറ് ഒരു തെറ്റായി. ഇപ്പോൾ ഒരു വികസനം, ഇപ്പൊ നമ്മൾ റോഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് പ്രതിനിധികൾക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് വരണം എന്ന് പറയുന്ന സമയത്ത് അത് കോൺഗ്രസ് നടപടിക്ക് എടുത്തിട്ട് അത് കാര്യമില്ലല്ലോ. അതിന് കേരളത്തിലെ നേതാക്കളെല്ലാം കൂടി ഒറ്റപ്പെടുത്തുകയാണ് ശശി തരൂരിനെ. അങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയമാകുമ്പോ അപ്പുറം ചാടി ഇപ്പുറം ചാടിയൊക്കെ നിൽക്കും. അങ്ങനെ കുറെ കാലം കൊണ്ട് ചാടിക്കൊണ്ട് നിൽക്കുകയല്ലേ അപ്പുറം ഇപ്പുറം. പാർട്ടി മാറാൻ സാധ്യതയുണ്ട്. ഈ പോക്കാണെങ്കിൽ മാറും. ഒന്നില് BJP പോകും, അല്ലെങ്കിൽ CPM പോകും. അത് ഉറപ്പാണ്. കാശുള്ളവർ കൊയ്തു വരുന്നു. അവർ അതിന്റെ രീതിയിൽ ജീവിക്കുന്നു. പാവപ്പെട്ടവ ഇന്നും കുമ്പിളി തന്നെ കഞ്ഞി. ഒരു പാർട്ടി മാറാനി കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർ മാറാറുണ്ടല്ലോ പാർട്ടിക്കാർ. ഇപ്പൊ തന്നെ ഈ ആശാപ്രവർത്തനത്തിന്റെ സമരം തന്നോണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഇപ്പൊ PSC ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടി ലക്ഷങ്ങളാണ് കൂട്ടിയിരിക്കുന്നത്. ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ട്. ഒരു 5 നയ പൈസ അവർ ഇതുവരെയ്ക്ക് പറഞ്ഞിട്ടില്ല. ഇവരെക്കാളും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ആശാപ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ ആശാപ്രവർത്തകർക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം കൂടി കൊടുത്തിട്ടില്ല. അവർക്ക് ശമ്പളം തന്നെ നേരെ കൊടുക്കും. തുച്ഛമായ പൈസയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ലോകം നന്നാവും? മന്ത്രിമാരെങ്ങനെ നന്നാവും? അതുകൊണ്ട് ഒരു നല്ലൊരു ഭരണം ഇതേ ഉള്ളൂ. അത് ഏത് പാർട്ടിയായിരുന്നാലും അത് പാടില്ല. അങ്ങനെ നല്ലൊരു വ്യക്തിയല്ലേ, നല്ലൊരു MP-യും നല്ലൊരു പ്രവർത്തകനും ഉണ്ടായില്ലേ. പിന്നെ അതിനെ ഒറ്റപ്പെടുത്താണ്ട് ഇതെല്ലാം നാരല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. കുട്ടിത്തോട്ടം അങ്ങനെ പോയാൽ പിന്നെ ഇല്ല, കോൺഗ്രസിന്റെ അഡ്രസ്സും ഇല്ല. സുധാകരനൊക്കെ പടം മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു പ്രവർത്തനവും. കോൺഗ്രസിന്റെ നിന്ന് സ്ഥാനാർത്ഥിയെ ജയിച്ചിട്ടേ എതിരെ പറയുമ്പോൾ അത് എതിർക്കില്ലേ, വോട്ട് ചെയ്തവരെ അത് എതിർക്കും. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പാർട്ടി മാറാൻ സാധ്യതയുണ്ടോ? എന്റെ അങ്ങനെ മിക്കവാറും BJP പോകാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും BJP-യിലോട്ട് പോകുന്ന മന്ത്രിയാവാം, BJP മന്ത്രിയാവും. അതിനുള്ള കളിയാണ്. ഇനിയിപ്പോ എന്തായാലും UDF വരൂല, അല്ലെ ഇന്ത്യ സഖ്യം വരൂല, അവർക്കറിയാം. അപ്പൊ അങ്ങനെ ലാസ്റ്റ് കൈയല്ലേ മന്ത്രിയാവാൻ വേണ്ടി പോയതാ ഇതിനായി എന്നാണ് നമ്മളെ നിഗമനം. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.